ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ പുതിയൊരു മാറ്റം. വീട് വായ്പയെ വാഹന വായ്പ കടത്തിവെട്ടി. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 മാസത്തിൽ പ്രകടമായ മാറ്റമാണ് ഇത്. 2.5 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് ബാങ്കുകൾ കൊടുത്തത്. ഭവന വായ്പയിൽ 3 മാസ വർധന 1.9% എങ്കിൽ വാഹന വായ്പയിൽ 4.7%. 69 രാജ്യങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ നിശ്ചയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യം. ഇന്ത്യക്ക് 25%. ചായ്വിലെ ചാഞ്ചാട്ടം പ്രതിഫലിപ്പിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇതിലും കുറഞ്ഞ നിരക്ക്. പാകിസ്ഥാന് 19%, ഏറ്റവും കൂടുതൽ സിറിയയ്ക്ക് 41%. ട്രംപിന്റെ തണ്ടിനു മുന്നിൽ ലോകം മിഴിച്ചു നിൽക്കുന്നതിനിടയിൽ ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ ഇടിവിൽ. വിദേശ സ്ഥാപന നിക്ഷേപകർ 9 ദിവസത്തിനിടയിൽ വലിച്ചുകൊണ്ടുപോയത് 27,000 കോടി രൂപ. ഒരു മാസമായി IT ഓഹരി മൂല്യം ഇടിഞ്ഞത് ശരാശരി 10%. ഏതു പ്രായക്കാർക്കും ഹരമായ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ വിൽപ്പനയിൽ 31% വർധന. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വിറ്റത് 67,265 ബൈക്കുകൾ. ഈ ജൂലൈയിൽ 88,045. ഹണ്ടർ 350ക്ക് വലിയ വരവേൽപ്പ്. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ ബിവറേജസ് കോർപ്പറേഷന്റെ ഒരു കൈ സഹായം. അടിച്ചു തീർന്ന കുപ്പി തിരിച്ചു കൊടുത്താൽ അടുത്ത ബോട്ടിൽ വാങ്ങാൻ ചെറിയൊരു തുക പ്രോത്സാഹനം. തിരുവനന്തപുരത്തും കണ്ണൂരും പരീക്ഷണാടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മുതൽ. ബെവ്കോ വഴി ഒരു വർഷം 70 കോടി കുപ്പി ഇറങ്ങുന്നതിൽ 56 കോടിയും പ്ലാസ്റ്റിക്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.